പറയോ? ഗായ്സ്, നമ്മളോട് ഇപ്പൊ സ്വാമിയാണ് സംസാരിക്കുന്നത്. സ്വാമി ശരണം ഒന്ന് പറഞ്ഞേ. സ്വാമി ശരണം ഒന്ന് പറയോ? ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്. ശകുനാണല്ലോ നമ്മുടെ ചെറുക്കൻ മലയ്ക്ക് പോവാണ്. ശബരിമലയ്ക്ക് പോവാണ്. എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. അറപ്പിട്ട് വരുമ്പോ കൊണ്ടിട്ട് എന്നാ ചെയ്യുന്നത്? ഇത് കെട്ടുകൊടുക്കലുള്ള പന്തൽ മാവിലേക്ക് ഇട്ട് അലങ്കരിച്ച് അയ്യപ്പസ്വാമിയെ ഉച്ചപ്പെട്ട് വേണം വരയ്ക്കുവാൻ. നടക്കട്ടെ. ഹായ് അമ്മ. ഹായ് ബേബി. എന്താ ചെയ്യുന്നേ? പണിയെല്ലാം തീർന്നു. എന്റെ പൊന്നു കൂട്ടുകാരെ, 4 മണിക്ക് എഴുന്നേറ്റ് പണി തുടങ്ങിയത് എല്ലാം തീർന്നപ്പോ അവള് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ കുഞ്ഞമ്മച്ചിയുടെ സ്പെഷ്യൽ അവിയൽ. കറിവേപ്പില ഭംഗിക്ക്. പാലെന്തിനാ? പായ. അപ്പം കറിയുടെ പരിപാടികളെല്ലാം അടുക്കളയിലും ചോറ് വയ്ക്കാനുള്ള അടുപ്പിൻ്റെ പരിപാടി ഇതേ പുറകുവശത്ത് അച്ഛയും ചിറ്റപ്പനും കൂടി ആട്ടോ ചെയ്തോണ്ടിരുന്നേ. ഹലോ, ഹായ് പറ എല്ലാരും. ഹായ് പറ. ശരി. വെളിയിൽ അടുപ്പിടുക. ഹലോ. അപ്പം ഇവിടെ പരിപാടികളൊക്കെ നിങ്ങൾ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അതെല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്താണ്. കാരണം എനിക്ക് എവിടെ ചെന്നാലും എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇവിടെ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പണിയെടുക്കാൻ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അടുക്കള ചെന്നപ്പോൾ അവിടെ ഏകദേശം എല്ലാ പരിപാടികളും ചേർന്നു. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇപ്പോൾ ചോറിടാൻ പോകുന്നേ ഉള്ളൂ. ചോറെല്ലാവരും ഇതൊന്നും അരി എല്ലാവരും കൂടി വന്നിട്ട് അങ്ങനത്തെ എന്തോ പരിപാടിയാണ് പറയുന്നത് കേട്ടു. അപ്പോൾ അവിയലായി, സാമ്പാറായി, അച്ചാർ ഇന്നലെ ഇട്ട് വെച്ചു, പിന്നെ തോരനായി, അങ്ങനെ എല്ലാ പരിപാടികളായി. അപ്പം ഞാനിങ്ങനെ വെളിയിൽ വന്ന് നോക്കിയപ്പോൾ ഏകദേശം 12 നമ്മുടെ രാവിലെ ആയപ്പോഴത്തേക്ക് ഇത്രയും തന്നെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ ബാക്കി അതിൻ്റെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അച്ഛൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് വെയിലൊക്കെ കൊള്ളാമെന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള ചെക്ക് ഡാമൊക്കെ വന്ന് വായി നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം എത്രയൊക്കെയുള്ളൂ. ഏകദേശം എനിക്ക് 11 മണിയാകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണേന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ 7:45 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വായി നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ചെക്കിടം. ഇവിടെ ആക്ച്വലി വന്നിരിക്കാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. ഈ വെള്ളത്തിലെ ഇരപ്പൊക്കെ കേട്ടോണ്ട്. ഇപ്പോൾ വെള്ളം ഇത്തിരി കുറവാണ്. മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് ദിവസമായില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും വരാറുണ്ട്. ഇവിടത്തേക്ക് മാത്രം വേണ്ടി വരാറുണ്ട്. പിന്നെ കുറേ സേവ് ദ ഡേറ്റ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ ഇവിടെ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും അത് അമ്മയും കാശിയും ബിന്ദു ആൻറ്റിയും കൂടിയിട്ട് നമ്മുടെ പന്തലിൻ്റെ അകം ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ കാർപ്പറ്റൊക്കെ വിരിച്ച് ശരിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവർക്ക് അരിയിടണ പരിപാടിയുണ്ട്. മാലയിട്ടവരെല്ലാം അരിയിടും. പിന്നെ ഇവർ അമ്പലത്തിൽ പോവും. ഇതൊക്കെയാണ് പരിപാടി.
അങ്ങനെ നമ്മുടെ പന്തലിൻ്റെ അലങ്കാര പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എന്തോ ആരെയും കുഞ്ഞും വന്നു. വീട്ടിൽ വന്ന് കയറിയതേ പണി കിട്ടി. രാവിലെ തന്നെ വീട്ടിൽ വന്നില്ല, എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ല പിന്നെ എങ്ങനെ. എന്താ അമ്മ ചെയ്യുന്ന? ഇത് വറപൊടി ഉണ്ടാകുന്നു. കന്നിസ്വാമിമാരുള്ളതുകൊണ്ട് വറപൊടി വീട്ടിൽ നിന്ന് അരിയുണ്ട ഉണ്ടാക്കി കൊണ്ടുപോകാം. ഗൈസ് അപ്പം മലയ്ക്ക് പോകുന്നതിൻ്റെ സ്പെഷ്യലായി നമ്മൾ കഴിക്കാൻ പോകണം ഗൈസ്. വയലോട്ട് വെച്ച് ഏതാ ഷോട്ട് അച്ചാറിൻ്റെ
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഒരു മലയ്ക്ക് പോയ ദിവസത്തെ വിശേഷങ്ങൾ. ഞാൻ പരമാവധി വീഡിയോ ഷോർട്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓൺ മൈ ചാനൽ ലോൾ വിത്ത് ഏരീസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.